ഇറാൻ ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം ഞെട്ടലും വേദനയുമാണ് റെയ്സിയുടെ മരണം. സ്ത്രീ പ്രക്ഷോഭത്തെ അടക്കം കണ്ണിൽ ചോരയില്ലാതെ അടിച്ചമർത്തിയും ഇസ്രായേലിനെതിരെ കടുത്ത നടപടികളെടുത്തും ഇസ്ലാമിക കാർക്കശ്യത്തിന്റെ അവസാന വാക്കായിരുന്നു ഇബ്രാഹിം റെയ്സി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ മരണം പ്രതിസന്ധിയേക്കാൾ കൂടുതൽ അധികാര പോരാട്ടങ്ങൾക്കുള്ള വേദി തുറക്കുകയാണ് ചെയ്യുന്നത് എന്ന് ലോകമാധ്യമങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. കാരണം ഇറാനെ സംബന്ധിച്ച പ്രസിഡന്റ് അല്ല പ്രധാനം, പരമോന്നത നേതാവാണ്. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖൊമൈനിയുടെ പിൻഗാമിയായി പലരും കണ്ടിരുന്നത് ഇബ്രാഹിം റെയ്സിയായിരുന്നു. 85-കാരനായ അലി ഖൊമൈനി മാറുമ്പോൾ ഇനി അടുത്ത പരമോന്നത നേതാവ് ആരാണ് എന്നാണ് ഇറാനെ കുഴപ്പിക്കുന്ന ചോദ്യം. അധികാരത്തിന്റെ സിംഹാസനത്തിൽ രാജ്യം അടക്കി വാഴുന്നത് ആര്? പരിശോധിക്കാൻ വിശദമായി. നമസ്കാരം, ഞാൻ ആരതി. ഇറാനെ സംബന്ധിച്ച് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുക എന്നത് അവർക്ക് വെറും സാങ്കേതികകരമായ ഒരു കാര്യം മാത്രമാണ്. ഇന്ന് ലോകത്തിലെ ഇസ്ലാമിക രാജ്യങ്ങളെ നേതൃപദവി ആഗ്രഹിക്കുന്ന രാജ്യമാണ് ഇറാൻ. ആണവശക്തിയും ആരോടും കിടപിടിക്കുന്ന സൈനിക ശക്തിയുമാണ് ഈ രാജ്യത്തിന് സ്വന്തമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇറാനിൽ ആരാണ് പരമോന്നത നേതാവായി വരുന്നത് എന്നത് ലോകം ഉറ്റുനോക്കുന്ന കാര്യമാണ്. 1979 ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷമാണ് പരമോന്നത നേതാവെന്ന സ്ഥാനം ഇറാനിൽ രൂപപ്പെടുന്നത്. പ്രസിഡന്റും പാർലമെന്റും ജുഡീഷ്യറിയും എല്ലാം ഉണ്ടെങ്കിലും ഇറാന്റെ അവസാന വാക്ക് നിശ്ചയിക്കുന്നത് പരമോന്നത നേതാവാണ്. സായുധ സേന, ജുഡീഷ്യറി, സ്റ്റേറ്റ് ടെലിവിഷൻ, ഗാർഡിയൻ കൗൺസിൽ, എക്സ്പെൻഡൻസി ഡിസേൺമെന്റ് കൗൺസിൽ തുടങ്ങിയ മറ്റു പ്രധാന സർക്കാർ സംഘടനകളും പരമോന്നത നേതാവിന്റെ കയ്യിലാണ്. ഈ സ്ഥാനത്തേക്ക് കടന്നുവരാൻ പ്രാപ്തനായ ഒരു വ്യക്തിയായിരുന്നു ഇബ്രാഹിം റെയ്സി. പക്ഷേ ഇതിനെല്ലാം അട്ടിമറിച്ചുകൊണ്ടാണ് ഇറാനെ ഞെട്ടിക്കുന്ന ആ വാർത്ത പുറത്തുവരുന്നത്. ഇപ്പോഴത്തെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുമായി ദീർഘകാലമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ആളായിരുന്നു ഇബ്രാഹിം റെയ്സി. എന്നാൽ ഇവിടെയാണ് അടുത്ത ട്വിസ്റ്റ് ഉണ്ടാകാൻ പോകുന്നത്. റെയ്സിയുടെ മരണം അവസരം നൽകിയത് ആയത്തുള്ള അലി ഖമേനിയുടെ മകൻ മുജ്താബിനാണ്. മുജ്താബിന്റെ പ്രധാന എതിരാളിയായിരുന്നു റെയ്സി. എന്നാൽ അത്ര എളുപ്പം അല്ല ഈ സ്ഥാനത്തേക്ക് എത്താൻ സാധിക്കുക. കാരണം അദ്ദേഹം ഒരു സർക്കാർ പദവി വഹിക്കുന്നില്ല. മാത്രമല്ല, പൊതുവേദികളിൽ നിരന്തരം പ്രത്യക്ഷപ്പെടുകയോ പൊതുജനങ്ങളുമായി സംവദിക്കുകയോ ചെയ്യുന്ന ഒരു ആളല്ല, ഒരു നേതാവല്ല. ഇത് വലിയ തിരിച്ചടിയാണ്. എന്നാൽ പരമോന്നത നേതാവാകുന്നതിന് വേണ്ടി ഏതെങ്കിലും തരത്തിലുള്ള നിയമസാധുത ലഭിക്കണമെങ്കിൽ നിലവിലെ മതവ്യവസ്ഥയെ പിന്തുണയ്ക്കുന്ന ജനങ്ങളിൽ നിന്ന് ആധികാരിക പിന്തുണ ഉണ്ടായിരിക്കുന്ന ഒരു വ്യവസ്ഥയുമുണ്ട്. എന്നാൽ പ്രസിഡന്റ് റെയ്സിയുടെ മരണത്തിന് പിന്നാലെ ഒന്നാം വൈസ് പ്രസിഡന്റായ മുഹമ്മദ് മൊഖ്ബർ ഇടക്കാല പ്രസിഡന്റായി അധികാരമേറ്റിട്ടുണ്ട്. പരമോന്നത നേതാവിന്റെ അനുമതിയോടെയാണ് മൊഖ്ബർ നിയമിതനായത്. ഇറാൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 131 അനുസരിച്ച് പ്രസിഡന്റ് മരിക്കുകയോ അസുഖബാധിതനാവുകയോ ചെയ്താൽ പരമോന്നത നേതാവിന്റെ അനുമതിയോടെ ആദ്യത്തെ വൈസ് പ്രസിഡന്റ് ഇടക്കാല പ്രസിഡന്റായി അധികാരമേൽക്കാമെന്ന നിയമം നിലവിലുണ്ട്. അധിക നാൾ അധികാരത്തിലിരിക്കാനും സാധിക്കുന്നതല്ല. ഇടക്കാല പ്രസിഡന്റ് ചുമതലയേറ്റ് 50 ദിവസത്തിനുള്ളിൽ രാജ്യത്ത് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നടത്തണം. എന്നാൽ ഇറാനിൽ റെയ്സിക്കെതിരെ പല വിമർശനങ്ങളും ഉയർന്നു വരുന്നുണ്ട്. പ്രധാനമായും സ്ത്രീകളാണ് മുന്നിലുള്ളത്. ഇറാനിലെ ലിബറലിസ്റ്റുകൾ ചൂണ്ടിക്കാട്ടുന്നത് ഇറാന് പറയാനുള്ളത് ചോരയുടെ കഥകളാണെന്നും അത് ഒരിക്കലും സ്വന്തം നാട്ടുകാർക്കും ഒരിക്കലും സമാധാനം തരില്ല എന്നുമാണ്. ശരിക്കും ചെകുത്താനും കടലിനും നടുവിലാണ് ഇറാൻ ജനതയുടെ അവസ്ഥ. ഇതിൽ പ്രധാനം മതകാർക്കശ്യമാണ്. ഹിജാബ് ധരിച്ചില്ലെന്ന് പറഞ്ഞ് തല്ലിക്കൊല്ലുന്ന പോലീസ്, ബാലവിവാഹങ്ങളും മനുഷ്യക്കടത്ത് സംഘങ്ങളും അഴിഞ്ഞാടുന്ന രാജ്യം, അവയവങ്ങൾ വാങ്ങാനും വിൽക്കാനും അനുവദിക്കുന്ന ഏക രാജ്യം. അങ്ങനെ പോകുന്നു കഥ. പരമോന്നത നേതാവ് എന്ന പദവി കൈക്കലാക്കുന്നത് ആരാണെന്ന് കാത്തിരുന്ന് കാണാം.